നമസ്കാരം. 1 PM ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നാളെ ചീഫ് ജസ്റ്റിസ് സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചേക്കും. 9 അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നത്. 2018 സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. കേസ് 9 അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ നാളെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ടാകും. നേരത്തെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ വിശാല ബെഞ്ച് രൂപീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ വാദം കേൾക്കൽ മുടങ്ങിയിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ സർവീസിൽ അവശേഷിക്കുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. വിശാല ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാൽ മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും പരിഗണിക്കുക. മത ആചാരങ്ങളിൽ കോടതി ഇടപെട്ട ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ബെഞ്ച് തീരുമാനമെടുക്കുക. നാളെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ 44ാമത്തെ ഇനമായാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കെ ശബരിമല യുവതി പ്രവേശനം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുന്നത് LDF സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകം. ശബരിമലയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാട് തിരുത്തുമോ എന്നാണ് കാണേണ്ടത്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയായുധമാക്കുകയാണ് പ്രതിപക്ഷം. മുൻ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പാർട്ടി നിലപാട് പറയേണ്ടപ്പോൾ പറയുമെന്ന അവ്യക്തമായ മറുപടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. യുവതീ പ്രവേശനം പാടില്ല എന്ന UDF നിലപാടിൽ മാറ്റമില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ NSS രംഗത്തെത്തി. യുവതി പ്രവേശനത്തിന് അനുകൂലമായ സംസ്ഥാന സർക്കാരിന്റെയും CPIMന്റെയും നിലപാട് തിരുത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല പ്രതിഷേധങ്ങൾ കാരണമായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുതലോടെയായിരിക്കും സർക്കാർ നീക്കങ്ങൾ. കൈപൊള്ളുന്ന വിശ്വാസ വിഷയത്തിൽ CPIMും പ്രതിരോധത്തിൽ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾ കത്തിനിൽക്കെ യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നത് പ്രതിപക്ഷത്തിന് വജ്രായുധം. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമമന്ത്രി P. രാജീവ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് അസാധാരണ തിടുക്കമെന്നും കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന് അസാധാരണമായി തിടുക്കം, 1 മിനിറ്റിന്റെ തിടുക്കം ഇതിനല്ല, വേറെ കസേര കണ്ടുള്ള തിടുക്കം. നമ്മളെന്തിനാ ഈ അസാധാരണമായി തിടുക്കം കാണിക്കുന്നത്? യുവതി പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. നിലവിലെ നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തിരുത്തുമെന്ന പ്രതീക്ഷയും G. സുകുമാരൻ നായർ പങ്കുവച്ചു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച് സിനിമാ താരങ്ങൾ. ഷാജി കൈലാസ്, രൺജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ് വിജിലൻസിന് മൊഴി നൽകിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ ആസിഡ് സാന്നിധ്യം കണ്ടെത്തി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. ഷാജി കൈലാസ്, രൺജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി. ചിലർ സ്വർണത്തിന്റെ അളവ് പറഞ്ഞെങ്കിലും ചിലർ തൂക്കം കൃത്യമായി ഓർക്കുന്നില്ല എന്ന് മൊഴി നൽകി. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ച ഇരുവരുടെയും മൊഴിയെടുക്കും. ദേവസ്വത്തിന്റെ രേഖകളിലുള്ള 27 പേരെ കൂടാതെ മറ്റാരെങ്കിലും സ്വർണം സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന അന്വേഷണവും വിജിലൻസ് തുടങ്ങി. ഇതിനായി സ്വർണം സംഭാവന നൽകിയവർ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസ് തീരുമാനം.
ഇത്തരത്തിൽ തെളിവുകളുമായി വരുന്നവരുടെ സ്വർണത്തിന്റെ അളവ് കൂടി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കിട്ടിയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷ. പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ആസിഡ് സാന്നിധ്യം കണ്ടെത്തിയത്. പാളികളിൽ പലയിടത്തും നൈട്രിക് ആസിഡ് സാന്നിധ്യമുണ്ട്. അപ്രൈസർമാർ പരിശോധനയ്ക്ക് വേണ്ടി പ്രയോഗിച്ചതെന്നാണ് സംശയം. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് പരിശുദ്ധി പരിശോധിക്കാനാണ്. ക്രമേണ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂരിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കർഷകൻ മരിച്ചു. ചെറുപുഴ സ്വദേശി ഏലിയാസ് അമ്പാട്ടാണ് മരിച്ചത്. കീടനാശിനി കഴിച്ച് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഏലിയാസിന് മികച്ച കർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 11 തന്റെ കൃഷിയിടത്തിൽ വെച്ച് കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഏലിയാസ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ 39 വർഷമായി കൃഷിയെ മാത്രം ജീവിതോപാധിയായി കണ്ടിരുന്ന ഏലിയാസ് നാട്ടിലെ അറിയപ്പെടുന്ന കർഷകനായിരുന്നു. മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയിട്ടുള്ള ഇദ്ദേഹം 10 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. എന്നാൽ കാർഷിക മേഖലയിലെ തിരിച്ചടികൾ ഏലിയാസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി 30 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഇദ്ദേഹത്തിനുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഏകദേശം 30 ലക്ഷത്തിലധികം ഉണ്ട് അവന് കടം. ഒരു ദിവസം പള്ളിയിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ അവൻ പലരോടും ഇങ്ങനെ വായ്പ മേടിച്ചും തിരിച്ചും മറിച്ചും മേടിക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വിളനാശവും പച്ചക്കറികളുടെ വിലയിടിവും പ്രതിസന്ധി രൂക്ഷമാക്കി. കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വായ്പാ തിരിച്ചടവ് അസാധ്യമായതോടെയാണ് അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്കാരം നാളെ നടക്കും. 24 കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. നാളെ KPCC നേതൃയോഗം നടക്കാനിരിക്കെ എറണാകുളത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നു. പുതിയ KPCC പ്രസിഡന്റിനെ നിയമിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാണ് പരിഗണന എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. യോഗം ചേരാനിരിക്കെയാണ് ഇന്ന് കൊച്ചിയിൽ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് കൂടിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സീറ്റ് വിഭജനം, KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല എന്നിവയായിരുന്നു പ്രധാന ചർച്ച. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായതായും നേതൃത്വം വിലയിരുത്തി. തർക്കങ്ങൾ ഉടൻ പരിഹരിക്കാനും യോഗത്തിൽ തീരുമാനമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ. സ്ക്രീനിംഗ് കമ്മിറ്റികൾ വന്നിട്ട് അവരെല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPIM-നോട് ഇടഞ്ഞു നിൽക്കുന്നവരെ ഒപ്പം കൂട്ടാനുള്ള നീക്കവും നേതാക്കളുടെ യോഗത്തിൽ ചർച്ചയായി. സീറ്റുമായി ബന്ധപ്പെട്ട പതിവ് തർക്കങ്ങൾ ഒഴിവാക്കാൻ നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര അവസാനിക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ആവശ്യപ്പെട്ടതായി CMP നേതാവ് CP ജോൺ. തിരുവനന്തപുരം, കുന്നമംഗലം സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. ഇവ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അവസാനവട്ട ചർച്ചകൾ തുടരുകയാണെന്നും CP ജോൺ പറഞ്ഞു. 2 സീറ്റുകൾ എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ UDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണുള്ളത്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ മറ്റു പാർട്ടികളുടെയും സീറ്റുകളൊന്നും ഡിക്ലെയർ ചെയ്യാത്ത ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് ഈ ഒരാഴ്ച, അതായത് ഇപ്പോൾ ഇന്ന് 15, 22 വരെയുള്ള ഒരാഴ്ചയിൽ എല്ലാ കക്ഷികളുടെയും സീറ്റുകൾ ഏറെക്കുറെ എല്ലാം പ്രഖ്യാപിക്കപ്പെടുന്ന കൂട്ടത്തിൽ CMPയുടെയും സീറ്റുകൾ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ കുന്നമംഗലവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു ചർച്ചയുടെ ടേബിളിലിരിക്കുകയാണ്. ഞങ്ങൾ എഴുതി കൊടുത്തത് ഇത് 2 സീറ്റുകളാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ യാത്രയിൽ PK ശശി പങ്കെടുക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്ന പാലക്കാട് മണ്ണാർക്കാട്ടെ പരിപാടിയിൽ നിന്നാണ് PK ശശി വിട്ടുനിൽക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നാണ് വിശദീകരണം. PK ശശി പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. MV ഗോവിന്ദനും ശശിയെ വാർത്താ സമ്മേളനത്തിൽ പരോക്ഷമായി തള്ളി പറഞ്ഞിരുന്നു. 24 മെഗാ ബ്രേക്ക്.
ഔദ്യോഗിക വാഹനമെത്താൻ 2 മിനിറ്റ് താമസിച്ചതിന് പിന്നാലെ ഓട്ടോ വിളിച്ച് താമസ സ്ഥലമായ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സ്വരാജ് റൌണ്ടിൽ നടന്ന മഹാപരിക്രമയാത്രയ്ക്കെത്തിയതായിരുന്നു മന്ത്രി. സുരേഷ് ഗോപി പിറകിലും ഗൺമാൻ ഡ്രൈവറോടൊപ്പം മുൻസീറ്റിലും ഇരുന്ന് നടത്തിയ ഓട്ടോ യാത്ര വിവാദമായി. രാവിലെ 8 മണിയോടെ ശിവരാത്രിയുടെ ഭാഗമായുള്ള മഹാപരിക്രമത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ഭക്തരോടൊപ്പം സ്വരാജ് റൌണ്ടിൽ. 20 മിനിറ്റ് നേരം മഹാപരിക്രമത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഈ സമയം വാഹനം മന്ത്രി വരുന്നതും കാത്ത് മണികണ്ഠനാലിന് തൊട്ടടുത്തായി പാർക്ക് ചെയ്ത് ഡ്രൈവറും പോലീസും കാത്തുനിന്നു. എന്നാൽ മഹാപരിക്രമത്തിനെത്തിയവർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും മന്ത്രി സ്വരാജ് റൌണ്ടിൽ തന്നെ നിന്നു. ഇതറിഞ്ഞ ഡ്രൈവർ ഔദ്യോഗിക കാർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കി. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ കേന്ദ്രമന്ത്രി തൊട്ടടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ കൈകാട്ടി വിളിച്ചു. ഓട്ടോയുടെ പുറകിലേക്ക് മന്ത്രി കയറിയിരുന്നു. പിന്നെ ഗൺമാൻ എന്തു ചെയ്യും? ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിലേക്ക് ഗൺമാനും ചാടിക്കയറി. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം എത്തുമ്പോഴേക്കും ഓട്ടോ വേഗത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്ക് പിടിച്ചു. മന്ത്രിയുടെ ഓട്ടോ യാത്രയല്ല, മറിച്ച് ഗൺമാൻ ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിൽ കയറിയിരുന്നു പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശ്രീകുമാരൻ, 24, തൃശൂർ. സുന്നി ഐക്യത്തിൽ AP വിഭാഗത്തിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് SYS. കേരളത്തിലെ സുന്നി വിശ്വാസികളിൽ ഐക്യം അനിവാര്യമെന്ന് EK വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ 24നോട് പറഞ്ഞു. സമസ്തകളുടെ ഐക്യത്തെ തകർക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുവെന്ന് മുസ്തഫ മുണ്ടുപാറ ആരോപിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. ഐക്യ ചർച്ചകളെ സ്വാഗതം ചെയ്തുള്ള കാന്തപുരത്തിന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്താണ് സമസ്ത EK വിഭാഗം പോഷക സംഘടനയായ SYS ഇന്ന് രംഗത്തെത്തിയത്. പഴയകാലം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഐക്യം മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നുവെന്ന് മുസ്തഫ മുണ്ടുപാറ. ഇത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. വരും നാളുകളിൽ ഇതിനുള്ള സാധ്യതകളെ കുറിച്ചുകൊണ്ടാണ് സുന്നികളായ ആളുകൾ ചിന്തിക്കേണ്ടത്. ഇരുവിഭാഗം സംസ്ഥകളുടെയും ഐക്യത്തെ തകർക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുവെന്നും വിമർശനം. ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടെത്തിയ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ കുതന്ത്രമാണ്, സംഘടനാ സംവിധാനത്തിലേക്ക് അരച്ചു കയറിയിട്ട്, സുന്നി സംഘടനാ സംവിധാനത്തിലേക്ക് അരച്ചു കയറിയിട്ട് അവരുടെ തലത്തിലേക്ക് കൊണ്ടുവരിക. ജമാഅത്ത് ഇസ്ലാമി സുന്നി സംഘടനയിലേക്ക് ഇരച്ചു കയറുന്നു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമമെന്നും മുസ്തഫ മുണ്ടുപാറ 24നോട് പറഞ്ഞു. മുനീഫ് തിരൂരിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 7-ന് കൊളംബോയിലാണ് മത്സരം. ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണും മനസ്സുമെല്ലാം കൊളംബോയിലേക്ക്. കളത്തിന് പുറത്തെ കളികളാൽ വീറും വാശിയുമേറിയ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ പുതിയൊരു പതിപ്പിന് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങുന്നു. ഏഷ്യ കപ്പിൽ കൈകൊടുക്കാതെ മുഖം കൊടുക്കാതെ കളിച്ചു തീർത്ത ടീമുകൾ ലോകകപ്പിൽ മുഖാമുഖമെത്തുന്നത് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിലുള്ള വമ്പനടിക്ക് ശേഷം. ആദ്യം ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ICC വടിയെടുത്തതോടെ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു. കൈകൊടുക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. गेम इम्पोर्टेंट है, पहले गेम खेलेंगे, उसके बाद टॉस का टॉस पे देखेंगे ना. अभी आप रुक जाओ ना 24 घंटा. 2020 ലോകകപ്പിലെ നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട് ഇന്ത്യക്ക്. 2007 ഫൈനലിലേതുൾപ്പെടെ 7 മത്സരങ്ങളിൽ ജയം. പാകിസ്ഥാന് ജയിക്കാനായത് 2021 ദുബായ് പോരാട്ടത്തിൽ മാത്രം. അസുഖം ഭേദമായി കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുന്നത് ഇന്ത്യയുടെ കരുത്തുകൂട്ടം. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരെയെല്ലാം പിടിച്ചുകെട്ടാൻ പാക് ബൗളർമാർ പാടുപെടേണ്ടി വരും. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി തുടങ്ങിയ ബൗളർമാരെ വെല്ലാൻ പോന്ന ബാറ്റിംഗ് നിരയും പാകിസ്ഥാനില്ല. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പ്രേമദാസ പിച്ചിൽ ടോസും നിർണായകമാവും. സ്പോർട്സ് ഡെസ്ക്, 24. 2020 ലോകകപ്പിലെ ഇന്ത്യ പാക് മത്സര വിശേഷങ്ങളുമായി സ്പെഷ്യൽ ഷോ കാണാം 24-ൽ വൈകിട്ട് 6:30 പവർ പ്ലേ. ഇന്നത്തെ 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്.